ശങ്കരീഭരണം. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആണെന്ന്. ഇന്നത്തെ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ? ശങ്കരിയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ശങ്കരിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 12 ശങ്കുണ്ണിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. അന്നായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് വന്നത്. പക്ഷേ വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഇന്നത്തേക്ക് ഒരു മാസമായി. അപ്പോൾ ഇന്നെങ്കിലും ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അല്ല ശങ്കു? അപ്പോൾ ബർത്ത്ഡേ അങ്ങനെ ഗ്രാൻഡ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചന്തുവിൻ്റെ വീട്ടിൽ കണ്ണൂർ വീട്ടിൽ വെച്ചിട്ട് വളരെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ആഘോഷിച്ചതാണ്. ആൻഡ് ഈ വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നാട്ടിലുള്ള സമയമായിരുന്നു. രഞ്ജുവേട്ടനും ചന്തു എല്ലാവരും, പിന്നെ കുഞ്ഞു വാവ വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ വാവയ്ക്ക് കുറച്ച് സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് കറക്റ്റ് ബർത്ത്ഡേയുടെ അന്ന് തന്നെ നമ്മുടെ വാവ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷത്തിന് ഏട്ടനും ചേച്ചിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ആർക്കും വലിയൊരു എന്താ പറയുക ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്തോ അതിന് പറ്റിയില്ല. കുഞ്ഞാവ ഇല്ലാത്തതുകൊണ്ട് അവരില്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് അത്ര ഒരു ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ ഡെക്കറേഷൻസും കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവം മാറ്റി വയ്ക്കാനും പറ്റില്ല. വീട്ടിൽ വന്നിട്ട് അവർ ഓൾറെഡി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ പറയൂ, വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ശങ്കുണ്ണിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ഡെക്കറേഷൻസ്. ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആയിരുന്നു. സിമ്പിൾ ഡെക്കറേഷനും ഒരു സിമ്പിൾ കേക്കും ആയിരുന്നു. അപ്പോൾ ഡിസൈൻ ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് ഈ ഡെക്കറേഷൻസ് ചെയ്തതെന്ന്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശംഖു ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഞങ്ങൾ അവളെ വെച്ച് 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ആദ്യം അതെല്ലാം ചീറ്റിപ്പോയി. അവസാനം എന്താ കേക്കും കൊണ്ട് ചന്തു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ഷാർക്കിൻ്റെ തീമിലുള്ള കേക്ക്. കണ്ണൂരുള്ള കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്ത കേക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ചിപ്പൂട്ടനാണ് കേട്ടോ വാവയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഡെക്കറേഷൻസും കാര്യങ്ങളും ചെയ്തു തന്നത് ഡിസൈൻ ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞ ടീമാണ്. അവർ തലശ്ശേരിക്കാരാണ്. പിന്നെ അതേപോലെ കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നത്, ഞാൻ പറഞ്ഞ ഡിസൈനിൽ എനിക്ക് ചെയ്തു തന്നത് കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ 2 ആൾക്കാരുടെയും ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ണൂരുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമ്മുടെ പരിപാടീസ് നടക്കാം. ഫോട്ടോഗ്രാഫർ
തോല് കിട്ടി. അപ്പോൾ ഈ കാണുന്ന പ്രഹസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ കേക്ക് കൊണ്ടുവച്ച ശംഖുവിൻ്റെ രോദനമാണ് വിത്ത് ശംഖുവിൻ്റെ അച്ഛൻ. ആക്ച്വലി ഇന്ന് നമ്മുടെ മാളുവിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. രണ്ടുപേരുടെയും ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ് വരുന്നത്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഗിഫ്റ്റാണ് മാളുവിന്. അപ്പോൾ നമ്മുടെ ചിക്കുവേച്ചും ചിന്തും കൂടിയിട്ടാണ് ഫുഡിൻ്റെ സെക്ഷന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ലെഗ് വെച്ചിട്ടുണ്ട്. അടിയിൽ വെച്ച രണ്ട് ലെഗ് പിള്ളേർ ആരാധിച്ച ഇതും കൂടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് വെച്ച് ബിരിയാണി അയകുമ്മ മാറ് സദ്യ അങ്ങോട്ട്. ആ പ്രജേട്ടനെയും കൂടെ തിരിച്ച വെച്ചാ ബിരിയാണിക്ക് കാവൽ. എല്ലാവരും എണീറ്റ് പോയി. പിന്നെ എത്രാമത്തെ ട്രിപ്പാ മാളൂത്? ചിപ്പുട്ടൻ
അതെ. അത് നാളെ തിരിച്ചു കൊടുക്കാനുള്ള സാധനമാണ്. ബൈ. അമ്മ ബിരിയാണി ചോറിന്റെ വറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ ചിപ്പുവാണ് വീഡിയോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇതാ പിള്ളേഴ്സ് ടി വി എല്ലാം കണ്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഇന്നത്തെ ഈ ദിവസം ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ. സാറിന് പോയിട്ട് അത്യാവശ്യം ഉണ്ടല്ലോ, പിന്നെ രാവിലെ തന്നെ നോക്കൂ. ഓൻ എറണാകുളത്ത് പോവാ. അങ്ങനെ ഇതാ ബർത്ത്ഡേൻ്റെ നെക്സ്റ്റ് ഡേ അച്ഛനും അമ്മയും കൂടെ തിരിച്ച് കടവല്ലൂർക്ക് വരുമായിരുന്നു. അപ്പം ഞങ്ങളിത് അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. പീക്കിരിത മുത്തശ്ശനും അമ്മമ്മയ്ക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നമ്മുടെ ബർത്ത്ഡേ പിക്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ശങ്കരിക്കുട്ടീൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. ഇപ്പം നമ്മുടെ ശങ്കരിക്കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞ് 1 മാസമായി. അങ്ങനെ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. നമ്മൾ ആഗ്രഹിച്ച അത്രയും നമുക്ക് അത്രയും സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുവാവയൊക്കെ വന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. പക്ഷേ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പാപ്പയൊന്നും ഉണ്ടായിരുന്നില്ല ബർത്ത്ഡേക്ക്. ആവാ പഞ്ഞാട്ടെ ആവി ഉണ്ടായിരുന്നില്ല, പാപ്പ ഉണ്ടായിരുന്നില്ല, ആൻറ്റി അമ്മി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എങ്ങനെ പറയുക ശങ്കു? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ പറയൂ. ബൈ ടാറ്റാ. ഒരു മൂത്തോളൂ.